ഒരു പുതിയ ചോദ്യപേപ്പറും നമുക്ക് പറഞ്ഞു തരും PSC ചോദ്യങ്ങൾ ഇനി വരാൻ പോണത് എങ്ങനെയാണ് എന്നുള്ളത്. ട്രെൻഡിൽ മാറ്റമുണ്ടോ? ഇല്ല. കഴിഞ്ഞ 10th പ്രിലിംസിന്റെ ഡിസംബർ 28-ന്റെയും ജനുവരി 11-ന്റെയും ചോദ്യപേപ്പറുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 90-ലധികം ചോദ്യങ്ങൾ, 90-ലല്ല 95-ലധികം ചോദ്യങ്ങൾ SCERT-യിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നുമാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു, ചരിത്രത്തിൽ നിന്ന് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? പ്രാചീന ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നാം. അല്ല. 2021-ൽ ധൊളാവീര എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തിനൊരു പ്രാധാന്യം വന്നിട്ടുണ്ട്. അത് UNOയുടെ എന്തിൽ ഹെറിറ്റേജ് സൈറ്റുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതും ഒപ്പം ധൊളാവീര എന്ന് പറയുന്ന സൈന്ധവ നാഗരികതയുമായി ബന്ധപ്പെട്ടതുമായിരുന്നു ഈ ചോദ്യം. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്ന് നമ്മുടെ പഠനശൈലി മാറ്റണമോ? ഇതിനെക്കുറിച്ച് എവിടെയാണ് പറയുന്നത്? NCERT പാഠഭാഗങ്ങൾ നോക്കണോ? നോക്കണ്ട. ഇത്തരത്തിൽ നമുക്ക് പഠിച്ചു പോകാത്ത ഭാഗത്ത് നിന്ന് 5ഓ 6ഓ ചിലപ്പോൾ 10ഓ വരെ ചോദ്യങ്ങൾ വന്നേക്കാം. അതിലധികം വരില്ല. ആ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ റാങ്കുകൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. കാരണം അത് പഠിക്കണമെങ്കിൽ ഒരു NCERT പാഠപുസ്തകം മൊത്തം വലിച്ചു വാരി പഠിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് നേരം വേണ്ടി വരും. നമ്മൾ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്തരം പരീക്ഷകളിലൊക്കെ തന്നെ നമുക്ക് 90-ലധികം മാർക്കുകൾ മേടിക്കാൻ SCERT-യും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. NCERT ഒക്കെ കൂട്ടിയാൽ നിങ്ങൾ എടുക്കുന്ന എഫർട്ട് 4 ഇരട്ടിയാക്കണം. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ആവശ്യമില്ലാത്ത വർക്ക് നമ്മൾ ചെയ്യണോ? സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ അത് PYQവിൽ പെട്ടു. അപ്പോൾ അതിൻ്റെ അനുബന്ധ വസ്തുക്കളും പഠിക്കണം. തീർച്ചയായും ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഘുനന്ദൻ MV വിൻഡോസ് യുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചരിത്രമാണ്. 2025 ജനുവരി 11-ലെ SCERT 10th പ്രിലിംസ് ചോദ്യപേപ്പറിൽ വന്ന എല്ലാ ചരിത്ര ചോദ്യങ്ങളും ഇന്ത്യാ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ്. നമുക്കൊന്ന് നോക്കാം ട്രെൻഡ് മാറിയിട്ടുണ്ടോയെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ചരിത്രവുമായി നമുക്കൊന്ന് കടന്നു പോകാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിരന്തരമായ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്ന ഇതുപോലെയുള്ള ഡെയിലി യൂട്യൂബ് വീഡിയോസ്, അതായത് ട്രെൻഡ് എന്താണ്, എന്ത് വെച്ചാണ് പഠിക്കേണ്ടത്, അതിൻ്റെ PDF, വീക്കിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, PDF നോട്ടുകൾ ഉണ്ടായിരിക്കും, ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചരിത്രമാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് എടുത്തിട്ടുള്ളത്. ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് ഇന്ന് ലഭിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ വിഷയവും, കുറച്ച് ദിവസവുമായിട്ട് ചരിത്രമാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇത് 2200 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്ന, അതായത് ജനുവരി 25-ന് മുമ്പ് 2200 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യുന്ന ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ 500-ലധികം ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ 5 ദിവസം കൊണ്ട് കവർ ചെയ്തു. ഇന്ന് കുറച്ച് ചോദ്യങ്ങളാണ്, കാരണം അനുബന്ധ വസ്തുക്കൾ കൂട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫ്രീ ക്ലാസ് കിട്ടും. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രീ കോഴ്സും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം പോകാം, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം, നമുക്കത് അവസാനം എടുക്കാം, ധൊളാവീര. ഓക്കെ, ഞാൻ ആ ചോദ്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഏറ്റവും അവസാനം നമുക്ക് ഇതിൻ്റെ ഫുൾ കൺസെപ്റ്റുകൾ എന്താണെന്ന് പറഞ്ഞു തരാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്ന് ഡീപ്പായി പോയ ചോദ്യമായി. ഓക്കെ, ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പൊ ഗുലാംഗിരി നോർമലായി നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലൊന്നും നമ്മൾ കാണില്ല. അപ്പൊ ഗുലാംഗിരി നമ്മൾ ഇനി പഠിച്ചു വെക്കണം. എന്താണ് ഗുലാംഗിരി? ഗുലാംഗിരി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ സാമൂഹ്യ നവോത്ഥാന നായകനായിരുന്നു ജ്യോതിറാവു ഫൂലെ, അല്ലേ? നിങ്ങൾക്കറിയാലോ. അദ്ദേഹം രചിച്ച മറാത്തി ഗ്രന്ഥമാണ് ഗുലാംഗിരി. അപ്പൊ ജ്യോതിറാവു ഫൂലെ രചിച്ച മറാത്തി ഗ്രന്ഥമാണ് ഗുലാംഗിരി. പഴയ കാലത്ത് PSC ചോദ്യം വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പെട്ട തന്നെയാണ് ഗുലാംഗിരി. അടിമത്തം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? അടിമത്തം. 1873-ലാണ് ഈ ഗ്രന്ഥത്തിൽ ഫൂലെയുടെ ആശയ ചിന്താഗതികൾ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഗുലാംഗിരി വന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ ഗുലാംഗിരിയും കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത കാലത്ത് വന്ന ഇത്തരം വേറിട്ട ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുക. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷെ മുൻകാല ചോദ്യമാണ്. അതുകൊണ്ട് മുൻകാല ചോദ്യം കവർ ചെയ്യുമ്പോൾ അതും കവർ ചെയ്യപ്പെടും. കാരണം ആനി ബസന്റുമായിട്ടല്ല ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്.
ഇത് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, ജ്യോതിറാവു ഫൂലെയുമായിട്ടാണ് അല്ലെ. ദളിത് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച ആളാണ് അല്ലെ. BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയാം. ഒക്കെ ആരെന്നെയാണ്? ജ്യോതിറാവു ഫൂലെയാണ്. അപ്പൊ ജ്യോതിറാവു ഫൂലെയുടെ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? ഗുലാംഗിരി, അടിമത്തം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ഗുലാംഗിരി ആനി ബസന്റ് അല്ല, ഒന്നു വരാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇവിടെ ബന്ധപ്പെട്ടതല്ലാത്തത് ഏത് നല്ല ചോദിച്ചിരിക്കുന്നത്? ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പോ ഇവിടെ നമുക്കറിയാം ഒന്ന് വരണം. അപ്പൊ ബി വരാം, സി വരാം അല്ലെ. കാരണം ബിയിലും സിയിലുമാണ് ഒന്നുള്ളത്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. യെസ്, ആനി ബസന്റ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അതും ശരിയാണ്, നമ്മൾ പലതവണ ആവർത്തിച്ചതാണ്. അപ്പൊ അവിടെ നമുക്ക് ആൻസർ എന്താ വരിക? ഒന്നു മാത്രമാണ് അവിടെ തെറ്റായ പ്രസ്താവന. ആനി ബസന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക, ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളാണ് ആനി ബസന്റ് അല്ലെ. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ പലതവണ ആവർത്തിച്ചു വന്ന ചോദ്യം. ഞാനിന്ന് പരിചയപ്പെടുത്തിയതാണ് നിങ്ങൾക്ക്. വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ പരീക്ഷയിൽ വന്നതല്ല, 10th ലെവൽ പ്രിലിംസിൽ വന്നതാണ്. അവിടെ പറയുന്നുണ്ട് ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ് അവിടുത്തെ ജോഡി. 1ഉം 2ഉമാണ്. ഏതെല്ലാമാണ്? 1ഉം 2ഉമാണ്. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനമാണ്. ഹോം റൂൾ എന്നുള്ള ആശയം ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഹോം റൂൾ എന്നുള്ള വാക്കിനർത്ഥം സ്വയം ഭരണം എന്നുള്ളതാണ്. ഹോം റൂൾ എന്നുള്ള ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആനി ബസന്റാണ്. അപ്പൊ ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വയംഭരണം നേടിയെടുക്കാനുള്ള ശ്രമത്തെയാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1916 2 പേരാണ്. ഒന്ന് ആനി ബസന്റ്, മറ്റൊന്ന് ബാലഗംഗാധര തിലക്. ആനി ബസന്റ് മദ്രാസിലുള്ള അടയാറിലാണ്. ബാലഗംഗാധര തിലകൻ പൂനെയിലാണ് ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് തുടർന്ന് ആനി ബസന്റിനെ തടവിലാക്കുന്നുണ്ട് 1917. അവരെ വിമോചിക്കാൻ ആവശ്യപ്പെട്ടത് വുഡ്രോ വിൽസൺ ആണ്. എന്തുകൊണ്ടാണ്? ആനി ബസന്റുമായി ബന്ധപ്പെട്ട് ഡീപ്പായി ഒരു ചോദ്യം ചോദിച്ചു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആനി ബസന്റിനെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ. ആനി ബസന്റിനെ ജയിലിൽ നിന്ന് മോചിക്കാൻ ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. ബാലഗംഗാധര തിലകന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ജോസഫ് ബാപ്റ്റിസ്റ്റയായിരുന്നു. ബാലഗംഗാധര തിലകന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ജോസഫ് ബാപ്റ്റിസ്റ്റ. അഖിലേന്ത്യാ പ്രസ്ഥാനത്തിന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി ഗാന്ധിജി തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് 1920. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് KP കേശവമേനോനാണ്. ആഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയതാരാണ്? എഡ്വിൻ മൊണ്ടേഗു. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ആഗസ്റ്റ് പ്രഖ്യാപനം എന്ന് കാരണം ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ഈ ആഗസ്റ്റ് പ്രഖ്യാപനമായിരുന്നു. ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനം. അതാണ് ആഗസ്റ്റ് പ്രഖ്യാപനം. ആരാണത് പ്രഖ്യാപിച്ചത്? എഡ്വിൻ മൊണ്ടേഗു. മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റ് ആരംഭിച്ചത്. ഇതൊക്കെ പുതുതായി കേൾക്കുന്നവർ ഞെട്ടണ്ട. എൻ്റെ ക്ലാസ്സുകൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ആളുകൾക്കറിയാം നമ്മളിത് എത്ര തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ റിവിഷൻ നടക്കും. ക്ലിയർ ആയില്ലേ? നിങ്ങളിതൊക്കെ നോട്ടാക്കി വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെയും മനസ്സിൽ കയറും. മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ്. പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ബാലഗംഗാധര തിലകൻ. കേരളത്തിൽ KP കേശവമേനോൻ. അമേരിക്കയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ശാഖ സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായിയാണ്. അതും 1917. ആനി ബസന്റിന്റെ ഹോം റൂൾ പ്രസ്ഥാനം അതിന്റെ വൈസ് പ്രസിഡന്റ് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ, സർ CP രാമസ്വാമി അയ്യരായിരുന്നു. അത് തിരുവിതാംകൂർ ദിവാൻ കൂടിയായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. ഇനി നോക്കൂ, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആയിരുന്നു. ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആയിരുന്നു. 1917 തന്നെയാണ്. ആ 1917 തന്നെയാണ് ആനി ബസന്റ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് നമുക്കറിയാം ബദറുദ്ദീൻ ത്വയാബ്ജി. കറക്റ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ്
ചേറ്റൂർ ശങ്കരൻ നായർ ആകുന്നു. അതും ശരിയാണ്. പക്ഷേ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് 1925 എന്ന് പറയുന്നത് തെറ്റാണ്. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് 1924 1924 ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. അതുകൊണ്ട് ഇവിടെ 4 തെറ്റാണ്. അതുകൊണ്ട് ശരി എന്ന് പറയുന്നത് A 1, 2, 3 എന്നുള്ളതാണ്. പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? ജനുവരി 11 ചോദ്യമാണ്. എവിടെ നിന്ന് വന്നു? നമ്മൾ പലതവണ സംസാരിച്ച, പലതവണ ഷെയർ ചെയ്ത ആ ഭാഗത്താണ്, SCRT പാഠഭാഗത്ത് തന്നെയാണ്. ആ ഒരു ടേബിളിൽ നിന്ന് എത്ര പ്രാവശ്യം ചോദിച്ചത് അല്ലേ? ഗോര ചോദിച്ചിട്ടുണ്ട്. ഗീതാഞ്ജലി, ഗോരയും ഗീതാഞ്ജലിയും രവീന്ദ്രനാഥ ടാഗോറാണ്, ബംഗാളിയിലാണ്. പോസ്റ്റ് ഓഫീസ് അദ്ദേഹത്തിൻ്റെ ചെറുകഥയാണ്. ഞാൻ ഓർത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മുൻകാല ചോദ്യം വന്നതാണ്. അപ്പം അതും കൂടി അതിൻ്റെ ഒപ്പം ഓർത്തു വെക്കണം. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, ഇതൊക്കെ പ്രേംചന്ദാണ്, ഹിന്ദിയാണ്. ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് പുതുതായി കേൾക്കുന്നവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. കാണാപ്പാടം പഠിക്കേണ്ട, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക, കഥകൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഇതിൽ 4-5 എണ്ണമൊക്കെ ആദ്യത്തെ വായനയിൽ തന്നെ കിട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഓരോ വായനയിലും കൂടി കിട്ടും. ഒരു ദിവസം കൊണ്ട് ഇത് കാണാപ്പാടം പഠിക്കണ്ട. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ അത് കാണാപ്പാടം പഠിക്കാൻ ഇപ്പം അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ. അപ്പം സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, ഇതൊക്കെ ആരാണ്? പ്രേംചന്ദാണ്, ഹിന്ദിയിലാണ്. SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള ബോക്സ് ആട്ടോ. ഞാൻ ബോക്സുകൾ ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പാഞ്ചാലി ശപഥം ആരാ? സുബ്രഹ്മണ്യ ഭാരതി, തമിഴിൽ. കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. നമ്മൾ ഇതിനു മുമ്പേയുള്ള ക്ലാസ്സിൽ ഈ ടേബിൾ ഡിസ്കസ് ചെയ്ത് അതിനൊരു ചോദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞതാണ്. ഈ ടേബിള് ഉറപ്പിച്ചു വെച്ചോളുണ്ടു. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്, അൽതാഫ് ഹുസൈൻ ഖാലി, ഉറുദു. നിബന്ധമാല, വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ, മറാത്തി. ഇതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണമേനോൻ, മലയാളം. ഓക്കെ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഇതാ വീണ്ടും 10ാം ക്ലാസ്സിലെ ബോക്സുകളിൽ നിന്നാണ്, ചരിത്രത്തിലെ ബോക്സുകളിൽ നിന്നാണ് ഈ വരുന്നത്. 4, 5, 6 പാഠങ്ങളിലെ ബോക്സുകളിൽ നിന്ന്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കറാണ് അല്ലേ? ആര്യ സമാജം നമുക്കറിയാം, സ്വാമി ദയാനന്ദ സരസ്വതി. ഒപ്പം ഓർക്കുക, അതിൻ്റെ ആശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പുരോഗതിക്കായി വാദിച്ച നവോത്ഥാന നേതാവ്, അലിഗഡ് പ്രസ്ഥാനം. ഈ വാക്ക് തെറ്റാതെയാണ് ഇപ്പം അടുത്ത് ചോദിച്ചത്. ഇവിടെ സമാജത്തിൻ്റെ നേതാക്കന്മാരെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്താണ് സ്വാഭിമാന പ്രസ്ഥാനം. EV രാമസ്വാമി നായ്ക്കർ. നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ജാഥ നയിച്ച ആൾ കൂടിയാണ് EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ ഈ ടേബിൾ ഞാൻ ടെലിഗ്രാമിലും അതുപോലെ തന്നെ നോട്ടിലും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അത് വളരെ വൃത്തിയിൽ പഠിച്ചു പോകണം. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. അവരെയൊക്കെ നോക്കണട്ടെ. ആത്മാറാം പാണ്ഡുരംഗ് മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. ഇതൊക്കെ ഞാൻ ഇന്നടക്കം ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത കാര്യമാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ആണ്. ഹോം റൂൾ പ്രസ്ഥാനം മാത്രമല്ല, തിയോസഫിക്കൽ സൊസൈറ്റിയുമുണ്ട്. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെ. നമ്മൾ നേരത്തെ കണ്ടു ജ്യോതിബ ഫൂലെ എഴുതിയ പുസ്തകം അടിമത്തം എന്ന പേരുള്ളത് ഏതായിരുന്നു? അപ്പം നമ്മൾ നേരത്തെ ഗുലാംഗിരി, അടിമത്തം കണ്ടു. അപ്പോൾ ആ ജ്യോതിബ ഫൂലെയുടെ നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ ഗുലാംഗിരി എന്നുകൂടി എഴുതി ചേർക്കുക. എപ്പോഴും ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകൾ ഓരോ മൈക്രോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതിയുണ്ടാക്കലാണ് റാങ്കിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. തന്നെത്താൻ നിങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കും. പിന്നെ എന്നും എക്സാമുകൾ ചെയ്യുക. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്നും ചെയ്യാനുള്ള എക്സാമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഗുലാംഗിരിയിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ എവിടേക്ക് വരികയാണ്? ജ്യോതിറാവ് ഫൂലെയിലേക്ക് വരികയാണ്. ജ്യോതിറാവ് ഫൂലെ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പാഞ്ചാലി ശപഥം എന്നുള്ളത് കണ്ടു. അപ്പോൾ അവിടെ സുബ്രഹ്മണ്യ ഭാരതിയാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ ചോദ്യം എടുത്തത്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ സ്വാഭിമാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത് ഏതാണ്? സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കറാണ്. അത് ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു.
ഈ ജ്യോതിബ ഫൂലെയും ബ്രാഹ്മണിക്കൽ വിരുദ്ധ മൂവ്മെന്റിന്റെ ആളായിരുന്നു കേട്ടോ. ജ്യോതിബ ഫൂലെയും ഓർത്തു വെക്കുക. അതും ജ്യോതിബ ഫൂലെയും അങ്ങനെ ഒരാളായിരുന്നു. EV രാമസ്വാമി നായ്ക്കറും. സത്യശോധക് സമാജ്, ജ്യോതിബ ഫൂലെ, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. ഈ ടേബിൾ വളരെ നന്നായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ അത് അവരും മുന്നോട്ട് വെച്ച ആശയങ്ങൾ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നതും നന്നായിട്ട് എഴുതി വെക്കുക. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഈ ചോദ്യം SCERT ടെക്സ്റ്റ് ബുക്കിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഈ ബോക്സ്, വീല്, ഇങ്ങനത്തെ വ്യത്യസ്ത കളറിലുള്ള സാധനമൊക്കെ നന്നായി പഠിച്ചു പോയിക്കോളും. നോക്കൂ, നിസ്സഹകരണ സമരം, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക. അതാണ് നിസ്സഹകരണം. ബ്രിട്ടീഷുകാരോട് നിസ്സഹകരിക്കുക. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ വ്യാപകമായി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ആണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് മെല്ലെ നീങ്ങുന്നത്. ആ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള ഒന്നുകൂടിയുണ്ട്. അതേതാ? ചൗരി ചൗര സംഭവം 1922. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചപ്പോൾ അതിനെ തുടർന്നുണ്ടായ ഒരു പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അങ്ങനെ കണക്ട് ചെയ്ത് മെല്ലെ മെല്ലെ നിങ്ങളുടെ തലയിലേക്ക് കയറും. ഓക്കെ, അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പവർ. അത് കണക്റ്റഡ് ഫാക്ട്സ് വെച്ച് നന്നായി പഠിച്ചിരിക്കണം എന്ന് മാത്രം. അപ്പൊ താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതേത്? അങ്ങനെ നോക്കുന്നത് നമുക്കറിയാം. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക അവിടെ ഉണ്ട്, നികുതി നൽകാതിരിക്കലുണ്ട്, ഫ്യൂഡൽ നികുതി ഞാൻ കേട്ടിട്ടില്ല, ഫ്യൂഡൽ നികുതി നൽകുക അങ്ങനെയൊന്നും ഉണ്ടോ എന്നറിയില്ല, പക്ഷെ അത് അതിൽ വരുന്നില്ല. ഇത് രണ്ടും ശരിയാണ്. അപ്പൊ ബന്ധമില്ലാത്തത് ഏത് എന്ന് പറഞ്ഞാൽ 2 മാത്രമാണ്. ബി 2 മാത്രം. നമ്മുടെ ആൻസർ ആയില്ലേ? ഹായ് ഫ്രണ്ട്സ്, ഒരു ലേശം നേരം കൂടി നമുക്കൊരു കോഴ്സുകളുണ്ട്. ഇത് കൂടാതെ നമ്മുടെ പെയ്ഡ് കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ഫ്രീ കോഴ്സുകൾ കൂടാതെ നമുക്ക് പെയ്ഡ് കോഴ്സുകളുമുണ്ട്. ആ പെയ്ഡ് കോഴ്സ് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ, ഈ എല്ലാ 10th ലെവൽ എക്സാമുകൾക്കുമായി പലരും ഉണ്ട്. സെയിൽസ്മാൻ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ കയ്യിൽ കോഴ്സ് ഉണ്ട്. എല്ലാറ്റിനും കൂടി നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് ഒരു വർഷത്തേക്ക് 499 രൂപ മാത്രം. 499 രൂപയ്ക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും. വീക്കിലി നിങ്ങളായിട്ട് ലൈവായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യും. ഡെയിലി എക്സാംസ് ഉണ്ട്, ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, PDF നോട്ടുകളുണ്ട്. എല്ലാം അടങ്ങിയതാണ്. 499 രൂപ മാത്രമാണ്. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ലൈവ് ക്ലാസ്സുകളിൽ എത്ര വേണമെങ്കിലും സംശയം ചോദിക്കാൻ പറ്റാവുന്ന ക്ലാസ്സുകളുമുണ്ട്. ഈ നേരത്തെ പറഞ്ഞതടക്കം ലൈവ് ക്ലാസ്സുകളും കൂടി കൂടുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 1200 റുപ്പിയാണ്. ഇപ്പോൾ 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും ഈ ക്ലാസ്സുകൾ. മറ്റൊന്ന് നമ്മുടെ ഗോൾഡൻ ബാച്ചാണ്. അത് പേഴ്സണൽ മെന്ററിങ്ങോട് കൂടിയ ഗോൾഡൻ ബാച്ചിലേക്ക് 5500 രൂപയാണ് കോഴ്സിന്റെ പ്രൈസ്. ഇത് 3 കോഴ്സുകളിലും താല്പര്യമുള്ളവർക്ക് ചേരാം. അപ്പം എൻ്റെ ഈ ക്ലാസ് തന്നെയായിരിക്കും ശൈലി. ഇതോടൊപ്പം എക്സാം ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ ഓരോ സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലൈവ് ക്വിസുകളായിട്ട് പോകും. മറ്റത് ഇതേ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിന് എക്സാമുകൾ ഉണ്ടായിരിക്കും. 90% ചോദ്യങ്ങളും നിങ്ങളുടെ PSCയുടെ കവർ ചെയ്യും. 100% എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് മതി നിങ്ങൾ റാങ്കിലെത്താൻ. നിങ്ങൾ അവിടെ 4 ഇരട്ടി പഠിക്കുന്നതുകൊണ്ട് 25% പഠിച്ചാൽ മതി. കുറച്ച് പഠിച്ചത് ഉറപ്പുവരുത്തി ഈ 2025 തന്നെ സർക്കാർ ജോലി മേടിക്കണമെങ്കിൽ 10th ലെവൽ എക്സാമുകൾക്ക് കംപ്ലീറ്റ് കോഴ്സാണ്. ഇതിൽ ആദ്യത്തെ 2 കോഴ്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് ചേരണമെങ്കിൽ നിങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. എനിക്ക് അത് വേറൊന്നുമല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റൊന്നുമല്ല. ആ കണ്ടീഷൻ വളരെ പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കാൻ 2025 മുഴുവൻ നിങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയമില്ലെങ്കിലൊക്കെ ഞാൻ സമയം ഉണ്ടാക്കി തരാം. നിങ്ങൾ ജോലിക്ക് പോകുന്നതോ മറ്റാരോ ആയിക്കോട്ടെ. ആ ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയാൽ മാത്രമാണ് തരുള്ളൂ. അതല്ലാതെ ഇതൊരു പാസീവായി ചെയ്യുന്ന ഒരാൾക്ക് ഈ കോഴ്സിൽ കയറാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് മടങ്ങാം. അപ്പൊ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ വന്ന. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താ കാണുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ മുൻകാല ചോദ്യങ്ങളോ SCERT ടെക്സ്റ്റ് ബുക്കിൽ വന്നാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? പലതവണ PSCക്ക് ചോദിച്ചതാണ്. ആന്ധ്രാപ്രദേശാണ്. യഥാർത്ഥത്തിൽ ആന്ധ്രയാണ്, പക്ഷെ ഇവിടെ ആന്ധ്രാപ്രദേശ് മാത്രമേ ഉള്ളൂ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നുള്ള SCERT പാഠഭാഗത്തിൽ ഇത് വരുന്നുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം
അതായത് ഇന്ത്യ അഭിമുഖീകരിച്ചൊരു പ്രശ്നങ്ങളായിരുന്നു. ഒട്ടനവധി നാട്ടുരാജ്യങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു ഇന്ത്യ. അതിനെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ആരാ കൂട്ടിച്ചേർക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു മലയാളി ഉണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ പേരെന്താണ്? VP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോൻ. കല്ലുവെട്ടൊക്കെ ആയിരുന്ന ജോലിയുള്ളൊരു മനുഷ്യനായിരുന്നു. പിന്നീട് ഉയർന്ന് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സെക്രട്ടറി ആയിട്ട് മാറി. ഓക്കെ, അപ്പോ അവിടെ ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. ഇപ്പൊ മദ്രാസ് പ്രൊവിൻസ് അല്ലെങ്കിൽ മൈസൂർ പ്രവിശ്യ എന്നൊക്കെ ബ്രിട്ടീഷുകാർ അവരുടെ ഭരണ സൗകര്യാടിസ്ഥാനത്തിൽ വേർതിരിച്ച പ്രവിശ്യകൾ തന്നെയായിരുന്നു പലതും സംസ്ഥാനമായിട്ട് മാറിയത്. ഒരേ പ്രവിശ്യകളിൽ അല്ലെങ്കിൽ ഒരേ നാട്ടുരാജ്യത്തിൽ തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ ഉള്ളതുകൊണ്ട് അവിടെ എന്തുണ്ടായിരുന്നു? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ തീരുമാനം വരികയാണ്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഓർക്കുക. ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ വേണമെന്നാവശ്യപ്പെട്ടതാണ്. അതൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. തെലുങ്കു സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്നതിനെ മുൻനിർത്തി നിരാഹാര സമരം ചെയ്തു പൊട്ടി ശ്രീരാമുലു. പലതവണ ചോദിച്ചിട്ടുണ്ട്. പൊട്ടി ശ്രീരാമുലു നിരാഹാരമനുഷ്ഠിച്ചു ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി. നിരാഹാര സമരം തുടങ്ങി 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ആ ദിവസം ഓർക്കുക, 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന്. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. വന്നിട്ടുണ്ട്. ഭാഷാ പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. അതിൽ നിന്നൊരു മലയാളിയുണ്ട്, KM പണിക്കർ. നമുക്കറിയാലോ KM പണിക്കരുടെ പ്രത്യേകത എന്താണെന്ന്. ആ KM പണിക്കരാണ് കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിളിച്ചത്. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയ പഴശ്ശിരാജയെ കുറിച്ച്. അതേ KM പണിക്കരാണ് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി. അപ്പൊ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? പലതവണ ചോദിച്ച ചോദ്യം. ഏതാ? ആനന്ദമഠം. ആനന്ദമഠത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആനന്ദമഠത്തെ നോക്കുമ്പോൾ ദേശീയ ഗാനവും ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചില ചോദ്യങ്ങൾ, ഇനിയുള്ള പരീക്ഷയ്ക്ക് വരാനുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളോട് ഞാൻ ഒന്ന് ഓർമ്മിക്കുകയാണ്. അതായത് വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. കാരണം അടുത്തൊക്കെ പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് കൽക്കത്തയിൽ 1896 നടക്കുന്ന സമ്മേളനമാണ്. വന്ദേ മാതരം 1896 കൊൽക്കത്തയിലാണ്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് റഹമത്തുള്ള സയാനിയാണ്. ആരാണ്? റഹമത്തുള്ള സയാനി. 1911 കൊൽക്കത്തയിലാണ്. BN ദർ അധ്യക്ഷനായിട്ടുള്ള സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യം ആരംഭിക്കുന്നത്. 1911 ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നു. അത് ആലപിച്ചത് സരളാദേവി ചൗധ റാണിയാണ്. അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ഉൾപ്പെടുത്തിയത്. ഇത് 2 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്, ഈ ഒരൊറ്റ ഭാഗത്ത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തു വയ്ക്കുക. 1896 1911 രണ്ടും കൊൽക്കത്തയിലാണ്. ദേശീയ ഗീതവും ദേശീയ ഗാനവും ആദ്യമായി ആലപിച്ച സമ്മേളനങ്ങൾ. അതിൽ വന്ദേ മാതരമാണ് ആദ്യമായി ആലപിക്കുന്നത്. അത് കോൺഗ്രസ് സമ്മേളനം, കൊൽക്കത്ത സമ്മേളനമാണ് 96. ആ വന്ദേ മാതരം ആലപിച്ചത് ടാഗോറാണ്. ജനഗണമനയല്ല ട്ടാ. വന്ദേ മാതരം ആലപിക്കുന്നത് ആരാണ്? ടാഗോറാണ്. എന്നാൽ 1911 കൊൽക്കത്തയിൽ BN ദറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചു. അത് ആലപിച്ചത് സരളാദേവി ചൗധ റാണിയാണ്. ഈ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. അതാണ് ചോദ്യം. അതിന്റെ കൊല്ലം കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. 1882 ആനന്ദമഠം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് എന്തെന്ന് പറയുന്നത്? ആനന്ദമഠം എന്ന് പറയുന്നത്.
ആനന്ദമഠം ബംഗദർശനിലാണ് പ്രസിദ്ധീകരിച്ചത്. വന്ദേ മാതരം എന്നുള്ള കൃതി എടുത്തിട്ടുള്ളത് അപ്പോ ആനന്ദ മഠത്തിൽ നിന്ന്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഞാൻ ടെലിഗ്രാമിൽ നിന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് കേട്ടോ. നാളെ ഇതിന്റെ PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതേതാ? ധോളാവീരയാണ്. അങ്ങനെ വരുമ്പോ നമുക്കറിയാം ഹാരപ്പൻ എന്ന് പറയുന്നത് എന്താണ്? സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. സിന്ധു നദീതട നാഗരികതയുടെ പ്രധാന കേന്ദ്രങ്ങളാണ് അല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതന നാഗരികതകൾ ഒന്നാണ് അല്ലേ? അത് പാകിസ്ഥാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ എന്നിങ്ങനെ 3 രാജ്യങ്ങളിലായി. ഹാരപ്പ, മൊഹൻജദാരോ, ധോളാവീര തുടങ്ങിയവയാണ് ഈ നാഗരികതയുടെ പ്രധാന കേന്ദ്രങ്ങൾ. ഈ നഗരങ്ങളിലെല്ലാം വികസിതമായ നഗര ആസൂത്രണവും വാസ്തുവിദ്യയും കാണാൻ കഴിയും. കൂടാതെ ജലസേചനം, ഡ്രെയിനേജ്, മാലിന്യ സംസ്കരണം എന്നിവയിലും അവർ വളരെ മുന്നിലായിരുന്നു. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് നോക്കുക. ഹാരപ്പയിൽ എന്തെല്ലാം ആണ് എക്സ്കവേഷനിലൂടെ കണ്ടെത്തിയത്? ദയാറാം സാനിയാണ് ഹാരപ്പയിൽ എക്സ്കവേഷൻ നടത്തുന്നത്. 1921 പഞ്ചാബിലെ സാഹിവാൾ ജില്ലയിൽ രാവി നദിയുടെ തീരത്താണ് ഹാരപ്പ. അപ്പൊ അവിടെ സിന്ധു ലിപിയിലുള്ള മൺപാത്ര കഷ്ണം കണ്ടെത്തിയിട്ടുണ്ട് അവിടുത്തെ എക്സ്കവേഷൻ ഹാരപ്പയിൽ. ചതുരാകൃതിയിലുള്ള ചുണ്ണാമ്പുകല്ല് തൂക്കക്കട്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഫെയിൻസ് സ്ലാഗ് കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യ ശരീര ഘടനയുടെ മണൽക്കല്ല് ശില്പങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചെമ്പ് കൊണ്ടുള്ള കാളവണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ധാന്യപ്പുരകൾ, ശവപ്പെട്ടി അടക്കം ഹാരപ്പയിൽ മാത്രമാണ് കേട്ടോ. ഹാരപ്പയിൽ മാത്രമാണ് കളിമൺ പ്രതിമകൾ, ടൊറാക്കോട്ടോ പ്രതിമകൾ. അപ്പോൾ ഇത് കാണാപ്പാഠം പഠിക്കണോ? ഒന്നില്ലെങ്കിൽ കഥ ഉണ്ടാക്കുക. എങ്ങനെ കഥ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ മുന്നത്തെ ക്ലാസ് പറഞ്ഞു. ഇനി പറഞ്ഞ് വിരസമാക്കുന്നില്ല. ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഇത് മറ്റൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക, ഒരു നോട്ടിലേക്ക് എഴുതി. ഇന്ന് തന്നെ പഠിക്കണ്ട. ഇനി നാളെ നിങ്ങൾ നോക്കുക അതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ 8-9 ദിവസം നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുന്നു. നിങ്ങൾക്കത് വായിച്ചു നോക്കുന്നതിന് മുമ്പ് ആദ്യത്തെ വായന കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കത് സ്വയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കുന്നു. കണ്ടെത്താൻ പറ്റാത്തത് ഏതാണെന്ന് നോക്കുന്നു. അല്ലെങ്കിൽ തെറ്റിപ്പോയത് ഏതാണെന്ന് നോക്കുന്നു. അത്രയും നോക്കുന്നു. ഓക്കെ. ഇനി മോഹൻജദാരോയിൽ എന്താണ്? മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത് മോഹൻജദാരോ ആണ്. പിറ്റേ വർഷം തന്നെയാണ്. അത് RD ബാനർജിയാണ് ഖനനം നടത്തുന്നത്. അത് സിന്ധിലെ ലാർക്കാന ജില്ലയിലാണ്. അവിടെയാണ് ഗ്രേറ്റ് ബാത്ത്. ഓർത്തു വെച്ചോളൂ കേട്ടോ. ഒരു വലിയ കുളം, ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ കുളം അവിടെയായിരുന്നു. ധാന്യപ്പുരയുണ്ടായിരുന്നു. യൂണിക്കോം മുദ്രകൾ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. വെങ്കല നർത്തകി പ്രതിമ ഒരു ഡാൻസുകാരിയുടെ, ഒരു നൃത്തക്കാരിയുടെ. മാൻ, ആന, കടുവ, കണ്ടാമൃഗങ്ങൾ എന്നിവയ്ക്കൊപ്പമുള്ള മനുഷ്യന്റെ മുദ്ര, പശുപതി മുദ്ര എന്ന് പറയും. ഇതൊക്കെ മൊഹൻജദാരോയിലാണ്. താടിയുള്ള മനുഷ്യന്റെ സ്റ്റീറ്റൈറ്റ് പ്രതിമ, വെങ്കലം കൊണ്ടുള്ള കാള, ഇതെല്ലാം ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയതാണ്. മൊഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയതാണ്. സൂത്ക ഗൻഡോർ 1929. അങ്ങനെ ഓരോന്നുമുണ്ട്. ഞാനിതിൻ്റെ PDF ഷെയർ ചെയ്യുന്നുണ്ട്, അത് നോക്കുക. നിങ്ങൾ ഇത്ര മാത്രം ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ പലതവണ ആവർത്തിക്കുമ്പോൾ പിന്നെ നിങ്ങൾ അടുത്ത ഒരു 6-7 മാസം കഴിഞ്ഞ് ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങളത് റെഗുലർ ആയിട്ട് പഠിച്ചത് ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് SCERT പാഠഭാഗം സാധാരണ നമ്മൾ കവർ ചെയ്യാറില്ല. പക്ഷേ ഇത് വന്നുകൊണ്ട് ഞാൻ SCERT പാഠഭാഗം കൂടി കവർ ചെയ്യാം. 2 പേജേ ഉള്ളൂ ആകെ. കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇപ്പം ധോളാവീര ഒന്ന് കണ്ടോ. വിപുലമായ ജലസേചന സംവിധാനമാണ് എന്നാണ് ധോളാവീരയിൽ നടക്കുന്നത്. 1985 ലാസ്റ്റത്തെ സൈറ്റാണ് അല്ലേ? അതുപോലെ വിപുലമായ ജലസേചന സംവിധാനമുണ്ട്. വലിയ ജലസംഭരണിയുണ്ട്. അതുല്യമായ ജലസംഭരണ സംവിധാനം, അണക്കെട്ടുകൾ, കൽക്കെട്ടുകൾ, സ്റ്റേഡിയം, പാറ തുറന്ന് നിർമ്മിച്ച വാസ്തുവിദ്യ. അപ്പോൾ ഭൂമി കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? ലോത്തലിൽ നിന്നാണ്. ഇനി നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറഞ്ഞ് ക്ലാസ് 8 സാമൂഹ്യശാസ്ത്രത്തിൽ ഒരു പുസ്തകമുണ്ട്. ഞാനിതുവരെ എടുത്തിട്ടില്ല. കാരണം പ്രാചീന ഇന്ത്യ അങ്ങനെ ചോദ്യങ്ങളിൽ വരാറില്ല. മുൻകാല ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്, പക്ഷെ പ്രാചീന ഇന്ത്യ നിങ്ങൾക്ക് വരാറില്ല. പക്ഷെ വന്നപ്പോൾ ഇനി പ്രാചീന ഇന്ത്യ മൊത്തം കവർ ചെയ്യണ്ട. ഇപ്പോൾ മധ്യകാല കേരളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കാരണം അത് ചോദ്യം 10th പ്രിലിംസിന് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കണം നദീതട സംസ്കാരങ്ങളിലൂടെ. ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നത് സർ ജോൺ മാർഷലാണ്. ഇദ്ദേഹമാണ് സിന്ധു നദീതട സംസ്കാരം എക്സ്കവേഷൻ തുടങ്ങി വെക്കുന്നത്. ഓക്കെ.
അപ്പോൾ സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈ സിന്ധു നദീതട സംസ്കാരം. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഗീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയും വ്യാപിച്ചു കിടക്കുന്നതാണ് ഹാരപ്പൻ സംസ്കാരം. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഓർത്തിരിക്കുക. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഗീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ നദി വരെയും. നമുക്കറിയാം നർമ്മദയും താപ്തിയുമാണ് ഇന്ത്യയെ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന് വേർതിരിക്കുന്നത്. അപ്പം ഉത്തരേന്ത്യയിലാണ് പൊതുവായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്, പാകിസ്ഥാനിലേക്കും കയറി കിടക്കുന്നുണ്ട്. ആ ഹാരപ്പൻ സംസ്കാരത്തിലെ കാലഘട്ടം കൂടി ഓർത്തു വയ്ക്കുക. BC 2700 മുതൽ BC 1700 വരെയാണ്. ഒരുപാട് പഴക്കമുണ്ട് ആ കാലഘട്ടത്തിൽ. സിന്ധു നദീതട സംസ്കാരം ഹാരപ്പൻ സംസ്കാരം എന്നും പറയും. നേരത്തെ 1921 നമ്മുടെ ഡയറക്ടറായിരുന്ന ജോൺ മാർഷലാണ് ഇതാദ്യമായി നടത്തുന്നത്. ആദ്യമായി ഉത്ഖനനം നടത്തിയ പ്രദേശം ഹാരപ്പയാണ്, പാകിസ്ഥാനിലാണ്. ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള എല്ലാ ഭാഗവും ഞാൻ തന്നിട്ടുണ്ട്, 2 പേജിലായിട്ടാണ് ഇത് പറയുന്നത്. 1856 ഇന്നത്തെ പാകിസ്ഥാനിലെ മുൾട്ടാനിൽ നിന്നും ലാഹോറിലേക്കുള്ള റെയിൽവേ പാത നിർമ്മാണത്തിനിടയിൽ ബ്രിട്ടീഷുകാരനായ ബ്രണ്ടൻ സഹോദരന്മാരാണ് സിന്ധു നാഗരികതയുടെ ഭാഗമായിരുന്ന ചുട്ട ഇഷ്ടികകൾ കണ്ടെത്തിയത്. ഇതൊരു സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് സർ ജോൺ മാർഷലാണ് ചുട്ട ഇഷ്ടിക കണ്ടെത്തിയത്. ഇപ്പൊ ഹാരപ്പയിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ദയാറാം സാനിയാണ്. മോഹൻജദാരോയിൽ ഉത്ഖനനം നടത്തിയ വ്യക്തി RD ബാനർജിയാണ്. ഹാരപ്പൻ നഗര സവിശേഷതകൾ എന്തെല്ലാമാണ്? ആസൂത്രിതമായ തെരുവുകൾ, ആ തെരുവുകൾക്ക് ഇരുവശവും വീടുകൾ. 2700 മുതൽ 1700 വരെ BC-ത്തെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അഴുക്കുചാൽ സംവിധാനം, സാമൂഹിക വ്യവസ്ഥിതി, ഭരണവും. ഹാരപ്പൻ സംസ്കാരം വെങ്കലയുഗ സംസ്കാരമാണ് എന്ന് ഓർക്കുക കേട്ടോ. ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് വെങ്കലയുഗ സംസ്കാരമാണ്. ഗ്രേറ്റ് ബാത്ത്, വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഹാരപ്പൻ നഗരമാണ് മൊഹൻജദാരോ. മൊഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ ധാന്യപ്പുരകളാണ്. നെൽകൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഹാരപ്പൻ നഗരങ്ങൾ രംഗ്പൂർ, ലോത്താൽ, ഗുജറാത്ത്. ഹാരപ്പൻ ജനത ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു. കളിമൺ കലപ്പ, ജീവികളുടെ കൺമൺ രൂപങ്ങൾ എന്നിവ ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിലെ പ്രധാന കാർഷിക വിളകൾ ഗോതമ്പ്, ബാർലി, തീന, നെല്ല്, പരുത്തി, എള്ള്, പയറുവർഗ്ഗങ്ങളായിരുന്നു. ചരിത്രകാരന്മാർ മെലൂഹ എന്നഭിപ്രായപ്പെട്ട പ്രദേശമാണ് ഹാരപ്പ എന്ന് പറയുന്നത്. സിന്ധു നദീതട സംസ്കാരം, ആ സംസ്കാരത്തിന്റെ കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ ലോത്തൽ ആണ്. മുത്തുനിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ള സിന്ധു നദീതട കേന്ദ്രം ഏതന്നെയാണ്? ലോത്തൽ ആണ്. ഇത് രണ്ടും ഓർത്തു വെച്ചോളെ, അതിന് സമാന സ്വഭാവമുള്ള ചോദ്യമാണല്ലോ വന്നത്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു ഹാരപ്പൻ ജനത. നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ചത് എവിടുന്ന? മൊഹൻജദാരോ. സിന്ധു നദീതട നിവാസികൾ മൃഗങ്ങളെയും ആരാധിച്ചിരുന്നു. അപ്പൊ അവർ മൃഗങ്ങളെ ആരാധിച്ചിരുന്നു. ഇന്നും ഇന്ത്യയിൽ മൃഗങ്ങളെ ആരാധിക്കുന്നുണ്ട് അല്ലേ? ഏകദേശം BC 1700 ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങി. 2700 മുതൽ 1700 വരെയാണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്താണ്? വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. ഏതെല്ലാമാണ് ഹാരപ്പൻ കേന്ദ്രങ്ങൾ? അതിൽ ഓർത്തു വെക്കുക, ഹാരപ്പയും മൊഹൻജദാരോയും പാകിസ്ഥാനിലാണ്. അതുപോലെ തന്നെ സുത്കാ ജന്തോർ, ഇത് 3 പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ ഒന്നുണ്ട്, ഷോർട്ടുഗായ്. അപ്പൊ ഇതും 4 ഓർത്തു വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഇന്ത്യയിലാണ്. രംഗ്പൂരും ധോളാപൂരും ലോത്തലും കാലിബംഗനും ബനാവലിയും അലങ്കിപൂരും സുത്കാ ജന്തോറും ഒക്കെ തന്നെ ഇതൊക്കെ ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് ഒക്കെ കേട്ടല്ലോ. നിങ്ങളുടെ കമന്റുകൾ വരട്ടെ. നിങ്ങളിത് മുഴുവൻ കണ്ടവർ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അതുവരെ, അപ്പോൾ അടുത്ത ക്ലാസ് വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.